ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ DIYയുടെ കുറേയൊക്കെ നല്ല കാര്യങ്ങൾ ഒത്തിരി വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. 2-3 വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങളാരും അത് കണ്ടിട്ടില്ല. 1 വ്യൂവേഴ്സ് 2 വ്യൂവേഴ്സ് നമുക്ക് ഉപകാരമുള്ള വീഡിയോ ഞാൻ ഇടുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും കയറി കണ്ടിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു DIY ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഇച്ചിരി സമയമെങ്കിലും കണ്ടെത്തത്തില്ലേ? അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് ഉപകാരമുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രായം കൂടുന്തോറും നമുക്ക് മുഖത്ത് എടുത്ത് കാണിക്കുന്നതാണ് നമ്മുടെ കണ്ണിൻ്റെ ചുളിവുകൾ. മനസ്സിലായോ? ഞാനിപ്പോൾ ലൈവായിട്ട് ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ഇട്ടിട്ട് ഞാൻ എൻ്റെ മുഖത്ത് ഒരു മേക്കപ്പും ഇല്ല. ഞാൻ ഇച്ചിരി ലിപ്സ്റ്റിക് ഉണ്ട്, അത് കളഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം ഇതുണ്ട്. പിന്നെ കണ്ണിന് ചുറ്റും ഞാൻ ഒരു ക്രീം ഇട്ടിട്ടുണ്ട്, അത് കാണിക്കാനും പറയാനും കൂടെ വന്നത്. ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് ആരും അത് കണ്ടിട്ട് പോലുമില്ല. ദയവ് ചെയ്ത് നമ്മൾ വീട്ടമ്മമാർ, പിന്നെ ഒത്തിരി വരുമാനമില്ലാത്ത, നമുക്ക് പുറത്തുനിന്ന് ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്ത വീട്ടമ്മമാരുണ്ടല്ലോ, അവർ തീർച്ചയായിട്ടും ഇതൊന്ന് കാണണം. കണ്ടിട്ട് അതേപടി ചെയ്യണം. ഒത്തിരി നീട്ടുന്നില്ല വീഡിയോ. ഞാൻ ഇപ്പം തേണ്ട ഒരു മേക്കപ്പും ഇല്ലാതെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും എൻ്റെ കണ്ണ് ഇപ്പോഴും അതെ, ഞാൻ ഈ ഫോണിൻ്റെ ഉപയോഗം കൊണ്ട് സ്പെക്സ് ഒന്നും വെക്കാതെ എൻ്റെ കണ്ണ് നല്ല ചുളിവായിരുന്നു. നോക്കി ഇപ്പം തേണ്ട ഒരാഴ്ച കൊണ്ട് നല്ല ഒത്തിരി മാറ്റമില്ലേ. ഞാനിതിപ്പോൾ ഇങ്ങനെ ഞാൻ വേറെ ഒന്നും ഇല്ലാതെ ഞാൻ കാണിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്, ഒരു മേക്കപ്പ് ഇടാതെ. അപ്പം ഞാൻ ഒരു 3-4 ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളത് മസ്റ്റായിട്ട് നമ്മൾ മസാജ് ചെയ്യണം. കണ്ണിന് മസാജ് കൊടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ മസാജ് കൊടുക്കണം, സോഫ്റ്റായിട്ട് മസാജ് കൊടുക്കണം. കണ്ണിൻ്റെ കോർണർ ഇങ്ങനെ മസാജ് കൊടുക്കണം. ഒരു 10 പ്രാവശ്യം താഴെ ഇങ്ങനെ മസാജ് കൊടുക്കണം. പിന്നെ നമ്മുടെ പിരിയത്തിൻ്റെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത്, അത് നമുക്കിപ്പം ഡ്രൈ ആയിട്ട് തോന്നും. നമുക്ക് എന്തെങ്കിലും ഞാൻ ഈ പറയുന്ന ഓയിൽ കൊണ്ട് മസാജ് ചെയ്ത് നിങ്ങൾ രാവിലെയും വൈകിട്ടും ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഒരു നേരം ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു നേരം ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമത്തെ കാര്യം, ഞാൻ ഷോർട്സിലിട്ടത് ആരും കണ്ടിട്ടില്ല. നിങ്ങൾ ദയവ് ചെയ്ത് കയറി കാണണം. ഉപകാരമുള്ള DIY ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം. ഞാൻ ടിപ്പ് DIYയുടെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. മസാജ് ചെയ്യാനുള്ളത്, നമുക്ക് പെട്രോളിയം ജെല്ലി, നമ്മുടെ വാസ്ലിൻ, അത് മിക്ക വീടുകളിലും കാണുമല്ലോ. അതിൻ്റെ അകത്ത് ഒലിവ് ഓയിൽ മസ്റ്റാണ്. ഇപ്പോൾ സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഒലിവ് ഓയിൽ മേടിച്ചിട്ട് ഒരു 1 ടീസ്പൂൺ വാസ്ലിൻ എടുത്തിട്ട് 1/2 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതൊരു ക്രീം പരുവത്തിലാവും. അതായത് ഇങ്ങനെ കിട്ടും. ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഇനിയിപ്പം ഇതിപ്പോൾ ഒന്നാമത്തെ മനസ്സിലായല്ലോ. ഒലിവ് ഓയിലും വാസ്ലൈനും കൂടെ മിക്സ് ചെയ്തിട്ട് മസാജിങ്ങിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, പായ്ക്ക് വേറെ പറയാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ അലോവേര ജെൽ എടുക്കുക. അതിൻ്റെ അകത്ത് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്, ഒരെണ്ണം ടാബ്ലറ്റ് പൊട്ടിച്ചിട്ടിട്ട് നല്ലൊരു ക്രീം പരുവത്തിലാക്കുക. അത് ഇതുപോലെ ക്രീമായിട്ട് കിട്ടും. അതും നമുക്ക് കണ്ണിന് മസാജ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബദാം ഓയിൽ ഇല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ മാത്രം മതി. ബദാം ഓയിൽ ഇല്ല എങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ എടുക്കുക, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. മസാജ് ചെയ്യാനുള്ളതാണ്. ഈ മസാജിങ്ങിന് ശേഷം ഒരു ചെറു ചൂടുവെള്ളത്തിലൊരു ടവൽ മുക്കിയിട്ട് നമ്മുടെ കണ്ണിങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന പായ്ക്കുകൾ, നമ്മുടെ വേലിയുടെ സൈഡിലും ഒക്കെ നിൽക്കുന്ന ചെമ്പരത്തിയില്ലേ, ആ ചെമ്പരത്തി ഏറ്റവും നല്ലൊരു സാധനം. നമ്മുടെ മുഖത്തിടാനും അത് കണ്ണിന് ഏറ്റവും ബെസ്റ്റാണ്. ചെമ്പരത്തിയുടെ പൂ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരയ്ക്കുക. റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും ഇടുക. നല്ല ഒന്നാന്തൻ്റെ ഒരു ബെസ്റ്റ് DIY ആണ് കണ്ണിൻ്റെ ചുളിവുകൾ മാറാനായിട്ടുള്ളത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം,
ഒരു ക്യാരറ്റ് എടുത്ത് പകുതി ക്യാരറ്റ് എടുത്ത് നല്ലതായിട്ട് മിക്സിയിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിൻ്റെ അകത്തും നിങ്ങൾക്ക് വീട്ടിൽ അലൗഡായ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വൈറ്റമിൻ ഇ എടുക്കാം, ബദാം ഓയിൽ എടുക്കാം, വെളിച്ചെണ്ണ എടുക്കാം, വീട്ടിൽ എന്താണോ ഉള്ളത് അതും കൂടെ മിക്സാക്കി ഫ്രിഡ്ജിൽ വെക്കണം. കുറച്ചെടുത്ത് മിക്സാക്കിയാൽ മതി. എന്നിട്ട് നമ്മുടെ കണ്ണിന് പായ്ക്കായിട്ട് ഇടാം. രണ്ടാമത്തെ പായ്ക്കാണത്. മൂന്നാമത്തെ പായ്ക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഇതുപോലൊക്കെ തന്നെ ഈ മൂന്ന് പറഞ്ഞ പായ്ക്കും നല്ല ഗുണമുള്ള പായ്ക്കാണ്. നമ്മുടെ നെയ്യ് എടുക്കുക. ഒരു 1/2 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ മതി 2 കണ്ണിനും കൂടെ. 1/2 ടീസ്പൂൺ നെയ്ക്കകത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഓർഗാനിക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കുക. അതും കണ്ണിന് ചുറ്റും നിങ്ങളുടെ കണ്ണിൻ്റെ ചുളിവുകൾ, ഡ്രൈനെസ് ഇതെല്ലാം മാറ്റും. കണ്ണിൻ്റെ മസാജ് മസ്റ്റായിട്ടും കൊടുക്കണം. മനസ്സിലായോ? ഞാൻ കാണിച്ച പോലെ മസാജ് കൊടുക്കണം. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ആ ക്യാരറ്റിൻ്റെ ജ്യൂസും ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ എടുത്തിട്ട് തന്നെ ലൈവായിട്ട് ഒരു മേക്കപ്പും ഇല്ലാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നതാണ്. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു പായ്ക്ക് മുഖത്തിന് ഇടാത്തവരാരും കാണത്തില്ലല്ലോ. ആ സമയം ഈ സ്ത്രീയുടെ ഈ കിടന്ന് വായിട്ട് അലയ്ക്കുന്നു, ഇതും കൂടെ ഒന്ന് കണ്ടേച്ച് ഇതൊന്ന് ഇട്ട് നോക്കാം എന്നും പറഞ്ഞെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വിഷയമായിട്ട് വീണ്ടും വരാം. ബൈ. താങ്ക് യു.